ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒലീവിയ അച്ചു മാഡം ഇന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്കറിയാം ആരൊക്കെയാണെന്ന്, ഇവരുടെ ഈ ഒരു സൈലൻസ്, ഒലിവിയ ഡിസൈൻസിന്റെ ഓണേഴ്സിന്റെ ഈ ഒരു സൈലൻസ് കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് അർമാദിച്ച് നടന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവര് പാതിരാത്രിക്ക് ലൈവ് ഇടുക, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുക, ഒരാളും കാണാനില്ലാത്ത കമ്മ്യൂണിറ്റി പോസ്റ്റ്, ചിലപ്പം അത് കാണേണ്ടവർ മാത്രം കണ്ടാൽ മതി എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റുകളാണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് എസ്സേ പോലെ പാരഗ്രാഫായിട്ട് എഴുതി പിടിപ്പിച്ച് ഞങ്ങൾ ഇന്നത് ചെയ്യുകയാണ്, നാളെ ഇൻഡാസ് വരും, മറ്റന്നാൾ ഇൻഡാസ് വരും, ഈവൻ എനിക്കടക്കം ഇൻഡാസ് ഒക്കെ നാളെ വരുന്നൊക്കെ ആരൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണ്ടവർ പോയി നോക്കാട്ടോ. നമ്മുടെ കിണ്ണൻ എന്ന് പറയുന്നൊരു ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട്. വേണ്ടവർക്ക് പോയി നോക്കാം. ഒരുപാട് ലോങ് ആയിട്ട് ഇന്ന് വരും ഇൻഡാസ്, നാളെ വരും ഇൻഡാസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇൻഡാസ് വരും, പോലീസിന്റെ ഓഫീസിൽ നിന്ന് ഇൻഡാസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചേട്ടൻ കുറെ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നാലാൾക്കാർ കാണാനൊന്നുമില്ല. എങ്കിലും മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം, ഒരു ബീവി എന്ന് പറയപ്പെടുന്ന സ്ത്രീ, നട്ടപ്പാതിരേക്ക് ലൈവ്, നട്ടുച്ചയ്ക്ക് ലൈവ്, ഫുള്ള് തെറിവിളി, ആക്ഷേപം, ഇത് മാത്രമായിരുന്നു ഇവരുടെയൊക്കെ സൈഡിൽ നിന്ന് ഒലിവിയയുടെ ഓണേഴ്സിന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും അത്രയും കാലം നമ്മൾ വിചാരിച്ചു ഇവർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഒലിവിയ ഡിസൈൻസ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ന് നമ്മുടെ അച്ചു മാഡം അടിപൊളിയായിട്ട് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കൊന്ന് കണ്ടുനോക്കാം. പറഞ്ഞ മക്കളെ, ശശിയുടെ മക്കളെ, തന്തയ്ക്ക് പറഞ്ഞവന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ പ്രായം 33 അല്ല എന്ന് റെക്കോർഡിക്കലായിട്ട് നീ ഏതെങ്കിലും ഒരുത്തൻ തെളിയിച്ച് തന്ന, നീയൊക്കെ പറയുന്ന ജോലി ഞാൻ ചെയ്തു തരാം. ഞാൻ പബ്ലിക്കായിട്ടാ പറയുന്നത്, മനസ്സിലായോ? പബ്ലിക്കായിട്ട് നിന്നെ വെല്ലുവിളിക്കുന്നു. ശശിയുടെ മോന് മക്കളെ, നിന്നെ വെല്ലുവിളിക്കുന്നു. എനിക്ക് 49 വയസ്സുണ്ട് എന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ നീയൊക്കെ ഇരുന്ന് വിളിച്ചു പറയുമ്പോൾ എനിക്ക് 33 വയസ്സേ ഉള്ളൂ, നല്ല അപ്പുറം കൊണ്ടുവന്ന് റെക്കോർഡിക്കലായിട്ട് നീയൊക്കെ തെളിയിച്ചു തന്നാൽ ഞാൻ അന്ന് ഈ പണി നിർത്തി നിന്നോടൊക്കെ മാപ്പ് പറയാം. പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞ് നിർത്തിയിട്ട് പോവാം. ഈ തറവേലകൾ എല്ലാവരുടെ അടുത്തും കാണിക്കുന്ന പോലെ അച്ചുവിന്റെ അടുത്തോട് കാണിക്കാൻ വരില്ല. മനസ്സിലായല്ലോ? നിങ്ങളൊക്കെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് കണ്ട് പേടിച്ചോടുന്ന പാവപ്പെട്ട ആൾക്കാർ കാണും. അവരെ പോയി പേടിപ്പിക്കുക, എന്റെ അടുത്തോട്ട് പേടിപ്പിക്കല്ല. കഴിഞ്ഞ 1.5 മാസമായി സമൂഹത്തിന്റെ മുന്നിൽ നീയൊക്കെ തേച്ചൊട്ടിച്ചു വെച്ചിരിക്കുക. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള ഓർമ്മ വേണം. കാരണം എനിക്കിനി ഒന്നും. അപ്പൊ എല്ലാരും കണ്ടല്ലോ അല്ലേ, നമ്മുടെ അച്ചു മാഡം പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന സാധാരണയായിട്ടുള്ള ഒരു വീട്ടമ്മയായ സ്ത്രീ മാത്രമാണ് ഈ അച്ചു മാഡം എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരിനെയാണ് കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടി ആക്ഷേപിച്ചും തെറി പറഞ്ഞും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിച്ചു കീറി ഒട്ടിച്ചും, ചെറിയൊരു ലേബർ ഇഷ്യൂവിന്റെ പേരിൽ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ചെറിയൊരു ലേബർ ഇഷ്യൂവിന്റെ പേരിൽ അത്രയും സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറി അതിനെ വലുതാക്കി നാട് മുഴുവൻ എന്നല്ല, വേൾഡ് മുഴുവൻ അതിനെ വ്യാപിപ്പിച്ചിട്ട് ഇത്രയും സീൻ ഉണ്ടാക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഈ സീൻ ഉണ്ടാക്കിയ ആൾക്കാരോടൊക്കെയാണ് പറയാനുള്ളത്, നിങ്ങളൊക്കെ ചൊറിഞ്ഞ് പണി മേടിച്ചാന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് പറഞ്ഞത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇതല്ലാതെ അതിന്റെ പുറകെ തൂങ്ങി കുറെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കുറെ തെറി വിളിച്ച് കുറെ ലൈവ് ഇട്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പേഴ്സണൽ കാര്യങ്ങൾ. അച്ചു മാഡം പറയുന്ന പോലെ അവരുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ, കാറിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തോ, ലിപ്സ്റ്റിക് ഇട്ടില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ, പിന്നെ വേറൊന്നും കൂടെ 49 വയസ്സുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. എടോ, നിങ്ങൾക്ക് ആ മാഡത്തിനെ കണ്ടാൽ മനസ്സിലാവൂലേ, 49 വയസ്സൊന്നുമില്ല, 33 വയസ്സ് മാത്രമേ ഉള്ളൂ പുള്ളിക്കാരത്തേക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് കേട്ട് മടുത്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും പ്രതികരിക്കും. ആ രീതിയിൽ തന്നെയാണ് അച്ചു മാഡം ഇപ്പം പ്രതികരിക്കുന്നത്. പിന്നെ എനിക്ക് ഒന്നോർത്ത് കഴിഞ്ഞാൽ അച്ചു മാഡത്തിന് ഞാനൊരു ബിഗ് ഹാറ്റ്സ് ഓഫ് കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കണം. ബുദ്ധിപരമായി നീങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എതിരാളികളെ കൊടുക്കാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ കുറെ ഒച്ചയിട്ട് കുറെ തെറി പറഞ്ഞ് അപ്പൊ തന്നെ ഞാനിതാ കേസ് കൊടുക്കാൻ പോവുകയാണ്, ഞാൻ നാളെ ഇന്നയാളുടെ പേരിൽ കേസ് കൊടുക്കും, എന്റെ പേര് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അവരുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാതെ ബുദ്ധിപരമായി നീങ്ങിയാണ് അച്ചു മാഡം ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് അച്ചു മാഡത്തിന് എന്തായാലും ക്ലാപ്പുണ്ട്. അപ്പോൾ പിന്നെ ചില ആൾക്കാരൊക്കെ ഇപ്പൊ ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട് പോലീസിന്റെ ഗുണ്ടാവിളയാട്ടമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ സമൂഹത്തിൽ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പൊ ഞാനടക്കമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളുടെ നേരെയൊന്നും ഒരു പോലീസും ഒരു ഗുണ്ടാവിളയാട്ടത്തിനും വരുന്നില്ല. കാരണം ഞങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരു നീതിയുണ്ട്, ഒരു സത്യമുണ്ട്. പക്ഷെ നിങ്ങളതല്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ തേടി പോലീസ് വരുന്നതും നിങ്ങൾക്കെതിരെ കേസ് വരുന്നതും. അതുകൊണ്ട് മാത്രമാണ്, നിങ്ങൾ ശരിയായ പാതയിലല്ലാത്തതുകൊണ്ട് മാത്രമാണ്, നിങ്ങൾ തെറ്റായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വേർഡും അത് റോങ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ തേടി പോലീസ് വരുന്നത്.
അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ ഇനി എന്തായാലും വരുന്ന പണികളൊക്കെ നമുക്ക് വഴിയെ മേടിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.